സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് ഏറെ സുപരിചിതയാണ് ചൈതന്യ പ്രകാശ്. നർത്തകിയും നടിയുമായ താരം ഇൻസ്റ്റാഗ്രാം റീലുകളാണ് ശ്രദ്ധ നേടുന്നത്. ഇപ്പോൾ തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അത് പിന്നീട് അണുബാധയിലുള്ള ശസ്ത്രക്രിയയ്ക്കും എത്തിയതിനെക്കുറിച്ചും ചൈതന്യ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ഈ വർഷം ആദ്യം തനിക്കൊരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു എന്ന് ചൈതന്യ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പ്രീ ഓറിക്കുലർ സൈനസ് ആയിരുന്നുവെന്നും സർജറി അല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നുവെന്നും ചൈതന്യ പറഞ്ഞു. ഇപ്പോഴിതാ സൈനസിൻ്റെ ഈ പ്രശ്നം എങ്ങനെ വന്നു എന്ന് പറയുകയാണ് ചൈതന്യ. ഇത് ഭയങ്കര വലിയൊരു അസുഖമല്ല. ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്തുവെങ്കിൽ തനിക്ക് ഇത്രയും പ്രശ്നമുണ്ടാകില്ലായിരുന്നു. ചെവിയുടെ മുകളിൽ ഒരു കുഞ്ഞു മുറിവ് ജനിച്ചതു മുതൽ ഉണ്ടായിരുന്നു. ആദ്യം അത് ഇൻഫെക്റ്റഡായ മുഖക്കുരു ആണെന്ന് കരുതി വേദന കൂടിയപ്പോൾ താൻ ആശുപത്രിയിൽ പോകുകയായിരുന്നെന്ന് താരം പറഞ്ഞു. ആന്റിബയോട്ടിക്കുകൾ തനിക്ക് ശരിയായില്ലെന്നും പിന്നീട് മെഡിക്കേഷൻ ചെയ്ത് എല്ലാം ശരിയാക്കി. എന്നാൽ അത് വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്നും സർജറി ആവശ്യമെന്നും ഡോക്ടർ പറഞ്ഞു. എന്നാൽ താൻ അത്ര അത് ഗൗരവമായി കണ്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷം വീണ്ടും വന്നു. 4 തവണ ഇൻഫെക്ഷൻ വന്നു. ഈ അണുബാധ പൂർണ്ണമായും മാറാതെ സർജറിയും ചെയ്യാൻ പറ്റാതെ വതി. അത്രയും വേദന സഹിച്ചു. ആന്റിബയോട്ടിക് കഴിച്ചത് കൈയും കണക്കും ഇല്ലായിരുന്നുവെന്നും ഒടുവിൽ 2024 ഡിസംബർ അവസാനം പെട്ടെന്ന് സർജറി ചെയ്യുകയായിരുന്നെന്നും താരം പറഞ്ഞു.